The Dead Seal. It's written by Robert Bly, a famous American poet. What is a seal? You may have seen its photograph because that is not seen in our part of the world. Cold regionസിലാണ് സാധാരണ സീലിനെ കാണുന്നത്. And you can identify one with its by its flippers. അതിൻ്റെ ഫ്രണ്ട് ലിംസ് ഒക്കെ ശരിക്കും ഫ്ലിപ്പേഴ്സാണ് നീന്താൻ വേണ്ടിയൊക്കെ. So, as the poem begins, we cast the poet approaching a dead seal. അതിനെ ചത്ത് കിടക്കുന്ന തീരത്ത് ചത്ത് കിടക്കുന്ന ഒരു സീൽ അതിനടുത്തേക്കാണ് നമ്മുടെ കവി പോകുന്നത്. ആൻഡ് യു മൈറ്റ് ഹാവ് നോട്ടീസ് ദിസ് പോം ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് പ്രോസ് പീസ്. ഒരു എന്താണ് ഇതൊരു ഈ പ്രോസ് പോം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. നമുക്ക് എല്ലാ പോമും അതിൻ്റെ ഷേപ്പും അങ്ങനെയൊന്നുമല്ല. ഇറ്റ് ക്യാൻ ബി ഇൻ ദി ഫോം ഓഫ് പ്രോസ് പീസ്. ഓക്കെ, സോ the title of the poem, The Dead Seal. Let's see what happens in it. I'm reading that, okay? Walking north from the point, I come on a dead seal. I told you, seal is a marine animal. From a few feet away, he looks like a brown log. Log means a piece of wood. So it is dead. And for the poet, it looks like a brown log. The body is on its back, dead only a few hours. I stand and look at him. There is a quiver in the dead flesh. ഒരു ചെറിയ ചത്തിട്ട് ഒരു ചെറിയൊരു ക്യുവറിങ് അപ്പോഴും കാണാം. My God, he is still alive. At that moment, he notices that it is not dead. The seal is not dead. He is still alive. And a shock goes through me, as if a wall of my room had fallen away. എൻ്റെ മുറിയുടെ ഒരു ഭിത്തി തന്നെ ഇടിഞ്ഞു പോയി എന്നൊരു ഫീലിംഗ് ആയിരുന്നു. കാര്യം at that moment he realizes that the seal is not dead. His head is arched back, the small eyes closed, the whiskers, അതിൻ്റെ ഈ രോമമില്ലേ മീശ രോമം, the whiskers sometimes rise and fall. He is dying. That is sure, അല്ലേ? He is dying. This is the oil. എന്തുകൊണ്ടാണ് ചാവുന്നത്? ബിക്കോസ് ഓഫ് ദി ഓയിൽ. നമുക്കറിയാം ഈ വെള്ളത്തിൽ അത് ചിലപ്പോൾ ഒരു ഫാക്ടറിയിൽ നിന്നായിരിക്കാം, അല്ലാതെ പലയിടത്തു നിന്നായിരിക്കാം. ഇതൊക്കെ എന്താണ് നമ്മളുണ്ടാക്കുന്ന പൊല്യൂഷനാണ്. ആൻഡ് ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറൈൻ ആനിമൽസൊക്കെ, മീൻ ഉൾപ്പെടെയുള്ള ജീവികളൊക്കെ പെട്ടെന്ന് ചത്തൊടുങ്ങും. ഒരുപാട് പക്ഷികൾ ചത്തൊടുങ്ങും. ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പക്ഷികൾ, മീൻ, ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങൾ ചത്തൊടുങ്ങും. So, it is the oil. The poet knows that. Here on its back is the oil that heats our houses so efficiently. Look at the way the poet points his fingers at us. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അതേ എണ്ണ തന്നെയാണ് അവൻ്റെ ബാക്കിലും. അതായത് അവനെ കൊന്നത്, ആ സീലിനെ കൊന്നത് നമ്മൾ തന്നെ, നമ്മൾ മനുഷ്യർ തന്നെ പറയുകയാണ്. സോ here on its back is the oil that heats our houses so efficiently. Wind blows fine sand back toward the ocean. The flipper near me, അതായത് അതിൻ്റെ ഫ്ലിപ്പ് നമുക്കറിയാം, ഈ ഫ്രണ്ട് കാലുകൾ അത് ഏതാണ്ട് തുഴ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം. ഫ്ലിപ്പർ നിയർ മീ ഫോൾഡഡ് ഓവർ ദ സ്റ്റമക്ക്, ലുക്കിംഗ് ലൈക്ക് ആൻ അൺഫിനിഷ്ഡ് ആം, lightly glazed with sand at the edges. The fine details ആണ് കവി കാണിക്കുന്നത് നോക്കുക. So that we are able to see the body of that seal. അതിൻ്റെ ഫ്ലിപ്പറിൻ്റെ അറ്റത്തൊക്കെ മണ്ണ് പറ്റിയിരിക്കുന്നത് വരെ കാണാം നമുക്ക്. The other flipper lies half underneath the body. And the seal's skin looks like an old overcoat, scratched here and there by sharp മസൽ ഷെൽസ് മേ ബി. മസൽ നമുക്കറിയാം, ഈ എലിമേക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ ഇത് പറ്റി അതിൻ്റെ എന്താണ് ശരീരമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും പോറിയിട്ടുണ്ട്, ഈ കിടക്കുന്ന സീലിൻ്റെ ശരീരം. ഐ റീച്ച് ഔട്ട് ആൻഡ് ടച്ച് ഹിം, ഒന്ന് തൊടാൻ നോക്കുകയാണ്. Suddenly he rears up, jumps up, turns over. He gives 3 cries. Ark, ark, ark. ചീറിക്കൊണ്ട് നമ്മുടെ പോയിറ്റിന് നേരെ വരികയാണ്.
ലൈക്ക് ദി ക്രൈസ് ഫ്രം ക്രിസ്മസ് ടോയ്സ്. ക്രിസ്മസിനൊക്കെ നമ്മൾ വാങ്ങുന്ന ടോയ്സ് അതിൻ്റെ കരച്ചിൽ പോലെയാണ്, ചീറിക്കൊണ്ടുവരികയാണ്. Like the cries from Christmas toys, he lunges, jumps towards me. I am terrified and leap back, though I know there can be no teeth in that jaw. അതിൽ അതിൻ്റെ പല്ലൊന്നും കാണില്ല, പക്ഷെ ഞാൻ ഭയന്ന് പോയി എന്ന് പറയുകയാണ്. He starts flopping toward the sea. എങ്ങനെയെങ്കിലും അവിടെ എത്താൻ നോക്കുകയാണ് പാവല്ലേ. He looks up at the sky and he looks like an old lady who has lost all hair. He puts his chin back down on the sand. അവിടെ എത്തില്ല, കടലിലെത്തില്ല, അതിനറിയാം. Rearranges his flippers and waits for me to go. I go. The next day, I go back to say goodbye. അടുത്ത ദിവസം വരികയാണ് ഇവിടെ തന്നെ. He is dead now. But he is not. ആദ്യം വിചാരിച്ചു ചത്തു എന്ന് വിചാരിച്ചു. But he is not. He is a quarter mile farther up the shore. ഓറിയൻറ്റേഷൻ മുഴുവൻ പോയതാണ്. കടലിലേക്ക് അങ്ങോട്ടേക്ക് തുഴഞ്ഞു പോകാൻ പറ്റുന്നില്ല. അങ്ങോട്ടേക്കാണെന്ന് വിചാരിച്ച് പോകുന്നത് വീണ്ടും തീരത്തേക്കാണ്, വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. ടുഡേ ഹീസ് തിന്നർ സ്ക്വാറ്റിംഗ് ഓൺ ഹിസ് സ്റ്റമക്ക്. ആ വയറിലിങ്ങനെ കമന്ന് ഇരിക്കുകയാണ്, കിടക്കുകയാണ്. ഹെഡ് ഔട്ട്, ദി റിബ്സ് ഷോ മൂവ്, ഈച്ച് വേർട്ടിബ്ര ഓൺ ദി ബാക്ക് അണ്ടർ ദി കോട്ട് ഇസ് വിസിബിൾ. നമ്മളൊരാൾ മെലിയുമ്പോൾ അതിൻ്റെ അകത്ത് വേർട്ടിബ്രയൊക്കെ പുറത്ത് കാണത്തില്ലേ, എല്ലൊക്കെ ഉന്തി വെളിയിൽ വരില്ലേ, അതിങ്ങനെ ആ ഒരു അവസ്ഥയാണ്. ഷൈനി, ഹി ബ്രീത്ത്സ് ഇൻ ആൻഡ് ഔട്ട് ദ സീൽ. എ വേവ് കംസ് ഇൻ, തിര ഇങ്ങനെ വരികയാണ്. ടച്ചസ് ഹിസ് നോസ്, ഹി ടേൺസ് ആൻഡ് ലുക്സ് അറ്റ് മീ. ദി ഐസ് slanted. The crown of his head looks like a boy's leather jacket bending over some bicycle bars. നമുക്ക് എന്ത് ക്രിസ്പായിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് ആ സീലിന് നമ്മുടെ കൺമുന്നിൽ കാണാം ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ. Goodbye, brother. So the poet can see that seal as his brother. ഇതെൻ്റെ സഹോദരൻ തന്നെയാണ് അല്ലേ. ശരിക്കും വി ആർ ഓൾ സിബ്ലിങ്സ്. ഈ ഭൂമിയിൽ നമുക്കുള്ള അതേ അവകാശം തന്നെയാണ് അവർക്ക്. കുഡ് ബി വൈ ദി പോയിറ്റ് കോൾസ് ഇറ്റ് ബ്രദർ. ഗുഡ് ബൈ ബ്രദർ, ഡൈ ഇൻ ദ സൗണ്ട് ഓഫ് വേവ്സ്, ഫൊർഗിവ് us, ഞങ്ങളോട് മാപ്പ് തരാൻ പറയുകയാണ്. ഫൊർഗിവ് us if we have killed you. Long live your race, your inner tube race. So I'm uncomfortable on land because you prefer to live in ocean. വെള്ളത്തിലാണ് നിനക്ക് കിടക്കാൻ, പക്ഷെ അവിടെയാണ് നിനക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയത്. So race, so uncomfortable on land, so comfortable in the ocean. Be comfortable in death then. ഇനി മരണത്തിൽ നീ ആശ്വാസം കണ്ടെത്താൻ പറയുകയാണ്. Be comfortable in death then, when the sand will be out of your nostrils. And you can swim in long loops through the pure death. മരണത്തിലൂടെ നീ ഊളിയിട്ട് പോകാൻ പറയാണ്. ഡക്കിങ് അണ്ടർ മീൻസ് കുനിയാൻ പറയാണ്. അസാസിനേഷൻസ് ബ്രേക്ക് അബവ് യു. മുകളിൽ ഞങ്ങളിങ്ങനെ മരണം വിതച്ചു കൊണ്ടിരിക്കുമ്പം, മനുഷ്യനിങ്ങനെ കടലിന് മുകളിൽ മരണം വിതച്ചു കൊണ്ടിരിക്കുമ്പം നീ മരണത്തിലേക്ക് ഊളിയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാണ്, ആശ്വാസം എന്ന് പറയാണ്. യു ഡോണ്ട് വോണ്ട് ടു ബി ടച്ച് ബൈ മീ. എൻ്റെ സ്പർശനം അത് നിനക്കത് വേണ്ടാന്ന് പറയുകയാണ്. ഐ ക്ലൈം ദി ക്ലിഫ് ആൻഡ് ഗോ ഹോം ദി അതർ വേ. അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഈ ഒരു ഫ്രെയിമിലാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. ദ ഡെഡ് സീൽ.